പരാശക്തി ഈ ദക്ഷയാഗം ടൈമിൽ ശിവൻ്റെ അടുത്ത് ഉടക്കിയിട്ട് ദക്ഷൻ്റെ അടുത്ത് പോകുമ്പോൾ ശിവനെ ചുറ്റി ഒരു 10 എനർജിയെ കല്ലിൽ രൂപങ്ങൾ ചെയ്തു വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും പവർഫുള്ളാണ് കല്ലിൻ്റെ അടിയിൽ യന്ത്രം വയ്ക്കുന്നത്, യന്ത്രപ്രതിഷ്ഠ. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പരമാണുവിലാണ്. ശിവനെ രാത്രി ഇങ്ങനെ ധ്യാനം ചെയ്യുകയാണ്. എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് ക്രിയേഷൻ ചെയ്യുന്നതുള്ളത് കാണിച്ചു തരിക. അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ എലിവേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പോയാൽ തിരിച്ച് ജന്മമില്ല. ഒരു ഊഞ്ഞലിൽ ശിവന് ശക്തീകരിക്കുന്നുള്ള റെക്കോർഡ്സ് ഇരിക്കുന്നു. ഒരു മൈന്യൂട്ട് ലൈറ്റ് ഇന്ന് ശൈവ സിദ്ധാന്ത റെക്കോർഡ്സിലിരിക്കുന്നു. യോഗി എന്ന് പറഞ്ഞാൽ സൂപ്പർമാനാണ്. ഓവർ അത്യാഗ്രഹം വരുമ്പോഴാണ് അയ്യപ്പൻ്റെ പാളി എടുത്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സ് സമാധാനമുണ്ട്, നിങ്ങളുടെ അടുത്ത് വന്ന് ഇരുന്നാലേ അവർക്ക് സമാധാനം കിട്ടും. അതുകൊണ്ടാണ് യോഗികളെ തേടി എല്ലാ ഋഷികേശിലും അവിടെ ഇവിടെ പോകുന്നത്. ഡിസ്ട്രാക്ടിങ് ദ നെഗറ്റീവ് എനർജി ഫ്രം എലിമിനേറ്റിംഗ് ദി നെഗറ്റീവ് എനർജി ആൻഡ് ഇൻസ്റ്റാളിങ് പോസിറ്റീവ് എനർജി. അപ്പോൾ ബീജമന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രം, അത് ക്രിയേറ്റിംഗ് എനർജി. കേരളത്തിൽ ഇതുവരെ ഒരു 36 പൂജാരികൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുരുജി പറഞ്ഞ മറ്റൊരു കാര്യമാണ് ശക്തി പാത്വേ. യഥാർത്ഥത്തിൽ അതെന്താണ് ശക്തി പാത്ത് യോഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾ ഇന്ത്യ എല്ലാവരും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അവർ ഏതെങ്കിലും ഇങ്ങനെ വന്നിരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ആജ്ഞ ഇങ്ങനെ തട്ടും, ഉടനെ അവർ കുണ്ടലിനെയോ ജാഗ്രത അതാണ് ശക്തിപാത്ത്. അതല്ല ശക്തിപാത്ത് യോഗ എന്ന് പറഞ്ഞാൽ അത് തിരുമന്ത്രത്തിൽ ക്ലിയറായി പറയുന്നുണ്ട്. തിരുമന്ത്രത്തിൽ എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ നമുക്ക് ശക്തിപാത്ത് ഉപാസകർ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്, കൽക്കട്ട ഒരുപാട് പേരുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നവ ആഭരണ ശക്തികൾ എന്നൊരു 9 ദേവികളുണ്ട്. അതിനെ പൂജ ചെയ്യുന്ന എങ്ങനെ, മുദ്ര ചെയ്യുന്ന എങ്ങനെ, മന്ത്രം എങ്ങനെ, നൈവേദ്യം എങ്ങനെ, ഇങ്ങനെ ഒരു വഴിപാട് ചെയ്യുന്നവരുണ്ട്. അതൊരു ശക്തിപാത്ത്. അത് പുറത്ത് ചെയ്യുന്നത് ഓക്കെ. എൻ്റെ ദശമഹാവിദ്യ എന്നൊന്നുണ്ട്. ദശമഹാവിദ്യ എന്ന് പറഞ്ഞാൽ അത് പരാശക്തി ഈ ദക്ഷയാഗം ടൈമിൽ ശിവൻ്റെ അടുത്ത് ഉടക്കിയിട്ട് ദക്ഷൻ്റെ അടുത്ത് പോകുമ്പോൾ ശിവനെ ചുറ്റി ഒരു 10 എനർജിയെ പ്രൊട്ടക്റ്റീവ് കവറ വച്ചുകൊണ്ട് പോയി. അതാണ് ദശമഹാവിദ്യ. അതിനെ വെച്ചാൽ നമുക്ക് ആ പ്രൊട്ടക്റ്റീവ് കവർ കിട്ടും. നെഗറ്റീവ് എനർജി അകത്ത് കയറാതെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ കിട്ടും. അത് അങ്ങനെ ഉള്ളത് മന്ത്രവും പടം ഇങ്ങനെ വെച്ച് പൂജ ചെയ്യാണ് ഇരിക്കുന്നത്. അതേ ഞാൻ യോഗ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് എന്തെന്ന് വെച്ചാൽ നവചണ്ഡി ഹോമം. നവചണ്ഡി ഹോമം എങ്കിൽ അവൻ 2.5 ലക്ഷം രൂപ ലിസ്റ്റ് ഇട്ട് തരും. ഇപ്പോൾ അങ്ങനെയാണ്. ഹോമം എന്ന് പറയാൻ 2.5 ലക്ഷം 5 ലക്ഷം ദക്ഷിണ ഇത്ര എന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ ദേഹത്തെ നവചണ്ഡികളെയും ആധാരങ്ങളിൽ ഇൻവോക്ക് ചെയ്യുന്നത് എങ്ങനെ, ആവാഹനം ചെയ്യുന്നത് എങ്ങനെ, മുദ്ര ചെയ്യുന്നത് എങ്ങനെ, അതിനുള്ള പ്രാണായാമം എന്ത് ചെയ്യണം, ആക്ടിവേഷൻ, ഈ ടെക്നിക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തിരുമൂലർ ഒരു 9 ടൈപ്പ് എനർജി ഫാംസ് പറയുന്നത് അത് ചെയ്യുന്നുണ്ട്. ഇതുപോലെ അഷ്ടമാതൃക, വാമ, ശേട്ട, റൗത്രി ഇങ്ങനെ തലയിൽ ഒരു 8 ഊർത്തവ പത്മത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന അത് എൻ്റെ ഒരു ഇൻവെൻഷനാണ്. അപ്പോൾ ഇതിന് ഞാൻ തിരുമന്ത്രത്തിലാണ് തേടിയെടുത്തത്. തിരുമന്ത്രത്തിൽ 4ാമത് ചാപ്റ്ററിൽ ശക്തിപാത്ത് ഇത് പറ്റി പറയുന്നുണ്ട്. അതിൽ ആധാരങ്ങളെക്കുറിച്ച് ഒരുപാട് നോളജ് പറയുന്നുണ്ട്. അപ്പോൾ ദേവികളെ കുറിച്ച് അപ്പോൾ തിരുമൂലറാണ് പറയുന്നത്, പുറത്ത് വെച്ച് ദേവികളെ വഴിപെടുന്നത് നിങ്ങൾ എത്ര നേരം വഴിപെടും, കാലത്ത് 6 മണിക്ക് കുളിച്ചിട്ട് 1/2 മണിക്ക് പൂജ ചെയ്ത് എണിച്ച് പോകും. ഇത് അങ്ങനെയല്ല. നിങ്ങൾ ആധാരത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ലൈഫ് ലാങ് ഇൻസെറ്റായിരിക്കും. അതാണ് യോഗ. പുറത്ത് വെച്ച് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് പേഴ്സണിൽ കൊണ്ടുവരുന്നതാണ് യോഗ. നിങ്ങൾക്ക് സാധാരണ വഴിപാട് 3rd പേഴ്സൺ, അടുത്തത് 2nd പേഴ്സൺ, അടുത്ത 1st പേഴ്സൺ, എല്ലാത്തെയും തന്നെ ആധാരങ്ങളിൽ കൊണ്ട് നിലനിർത്തുന്നതാണ് യോഗം ചെയ്യണം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ എല്ലാ ദേവികളെയും എങ്ങനെ കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ തളം നിങ്ങളിപ്പോൾ പൂജ ചെയ്യുമ്പോൾ അവർ കല്ലിൽ ചെയ്ത് വയ്ക്കുന്നുണ്ടല്ലോ, കല്ലിൽ രൂപങ്ങൾ ചെയ്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും പവർഫുള്ളാണ് കല്ലിൻ്റെ അടിയിൽ യന്ത്രം വയ്ക്കുന്നത്, യന്ത്രപ്രതിഷ്ഠ. യന്ത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ യന്ത്രത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ യന്ത്രങ്ങൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ ആധാരങ്ങളെ യന്ത്രപീഠങ്ങളാണ്. ആധാരങ്ങൾ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് തളം എന്ന് പറയുന്ന ആധാര പീഠം. നിങ്ങളുടെ മൂലാധാരം ഇങ്ങനെ പടം വരച്ച എന്തായി ഒരു റൗണ്ട്, ഒരു ക്രാസ് ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വാദിഷ്ടം. ഇതൊക്കെ ഒന്ന് ചേർക്കുമ്പോൾ ശ്രീചക്രം ആ തലയിൽ ഫാമാവും. അതായത് ഈ ചക്രങ്ങൾ മുഴുവൻ ഒന്നിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രീചക്രം. അത് തിരുമന്ത്രത്തിൽ ക്ലിയറാണ് പറയുന്നത്. നിങ്ങൾ ഈ പാത്രം, അടുക്ക് പാത്രം, ഒന്ന് ചെറിയ പാത്രം വലുതിൽ വെച്ച് കണ്ടില്ല, എല്ലാ പാത്രവും വന്നിട്ടിരിക്കുന്നു. ഇതേമാതിരി എല്ലാ ഡയമെൻഷനും ആഡായി വരുമ്പോൾ ശ്രീചക്രം ഫാമാവുന്നു. തിരുമന്ത്രത്തിൽ ക്ലിയറായിട്ട് പറഞ്ഞു, പാട്ടോടെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ യന്ത്രങ്ങളിൽ ആ ദേവികളെ കൊണ്ട് വയ്ക്കണം. ഇപ്പോൾ യന്ത്രപ്രതിഷ്ഠയായി. മറ്റേ യന്ത്രപ്രതിഷ്ഠ ക്ഷേത്രം ചെയ്ത് നിങ്ങളുടെ ഇതിൽ പ്രതിഷ്ഠ ചെയ്താൽ ഇപ്പോൾ അത് ദശമഹാവിദ്യ സാധാരണ ഭുവനേശ്വരി മൂലാധാരത്ത് വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ എർത്ത് റിലേറ്റഡ് ഭുവനേശ്വരി ഭുവനമാത എന്ന്. അടുത്ത സ്വാധിഷ്ഠാനം,
അതിൽ വന്ന് നാക്ക് പ്ലസ് ഗുണാഡ് സെക്സുകൾ അതിൽ കാളിയെ കൊണ്ട് വയ്ക്കുക. ഇങ്ങനെ നമ്മൾ വരിശപ്പെടുത്തി ദശമഹാവിദ്യകളെ വയ്ക്കുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി കിട്ടുന്നത് എങ്ങനെ, അതിന് മുദ്ര മന്ത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ 10 ചക്രങ്ങൾ വേണ്ടേ? വേണ്ടേ, അത് പരമാണു വരെ വരുമ്പോൾ 10, 6 7வது സഹസ്രാരം, 8 ഗുരുമണ്ഡലം, 9 നിരാധാരം, 10வது പരമാണു. പരമാണു എന്ന് വെച്ചാൽ മൈന്യൂട്ട് ലൈറ്റിന് ഇത് അതിൽ കൊണ്ട് നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പരമാണുവിലാണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പരമാണു മൈന്യൂട്ട് ലൈറ്റായിരിക്കുന്നതാണ് ടോട്ടൽ എനർജി. അത് പിരിഞ്ഞാണ് പിരിഞ്ഞ് ശിവശക്തിയാണ് വരുന്നത് നിരാധാരം. അതിൽ നിന്ന് നടരാജരും ദേവിയും നടനാണ്. ഇങ്ങനെ പിരിഞ്ഞ് വരുന്നതാണ് ടോട്ടൽ എനർജി. കാസൽ എനർജി പരമ അണു എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടല്ലേ, പരം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് അല്ലേ. എങ്ങനെ ഒരാട്ടം ഇങ്ങനെ വലുതാകുന്നത്? ഒരാട്ടം തന്നെ പരം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഒരു പേര്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പേരിട്ട കാസൽ ആട്ടം. ആ ആട്ടം തന്നെ എന്നാലേ ബാക്കി എല്ലാ ആട്ടങ്ങളും പുറത്തു വന്നതാണ്. അപ്പോൾ ഇത് ഇന്ന് സയൻറ്റിഫിക്കാ പ്രൂവ്ഡ്. ഇത് മാണിക്യവാചകർ എന്ന ഒരു സിദ്ധർ 2300 കൊല്ലത്തിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ശിവനെ ഇന്ന് രാത്രി ഇങ്ങനെ ധ്യാനം ചെയ്യുകയാണ്, എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് ക്രിയേഷൻ ചെയ്യുന്നതുള്ളത് കാണിച്ചു തരിക. അപ്പോൾ ശിവൻ കാണിച്ചു കൊടുക്കും. ശിവൻ്റെ ഇങ്ങനെ കയ്യെ കാണിക്കുകയാണ്, വലത് ചെയ്യുന്ന ഒരു ലൈറ്റ്. ആ മൈൻഡിട്ട് നിന്നാണ് വലിയ ഇതുകളൊക്കെ വരുന്നത്. അങ്ങേര് കണ്ട് എഴുതി വെച്ചിട്ടുണ്ട് 10 പാട്ടാണ് എഴുതി വെച്ചത്. ഇപ്പം നോക്കിയാൽ സയൻറ്റിഫിക്കലി കറക്റ്റ്. അപ്പോൾ ഓൾ ക്രിയേഷൻ സ്റ്റാർട്ട് ഫ്രം 1 കാസൽ ആട്ടം. അത് തന്നെ സോൾസ്, അത് തന്നെ ശിവം, അത് തന്നെ മറ്റവർ നിങ്ങൾ ഗോഡ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഒരു അല്ല എന്ന് പറയട്ടെ, അത് ആരെന്ന്, അതാണ് കാസൽ. അതിൽ തന്നെ എല്ലാ ക്രിയേഷനും വരുന്നത്. അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ എലിവേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പോയാൽ തിരിച്ച് ജന്മമില്ല. അതാണ് ചെയ്യേണ്ടത്. റിട്ടേണിങ് ടു ദി സോൾസ് ഈസ് മുക്തി. മനസ്സിലായില്ലേ? അതായത് ആദ്യം ഉണ്ടായ പ്രകാശത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നതാണ് മുക്തി എന്ന് പറയുന്നത്. ഏത് സോൾസിൽ നിന്ന് വന്നോ ആ സോൾസ് തിരിച്ചു പോയാൽ ഈ ജനന മരണം ഇതിൽ നിന്ന് വിടുപെടാമെന്നുള്ള ഇതാണ്. അപ്പോൾ അത് ലാസ്റ്റിൽ വരുമ്പോൾ ഹയർ കോൺഷ്യസ്നെസ്. ആ കോൺഷ്യസ്നെസ് എവിടെ ഇരിക്കുന്നു? ഇപ്പോൾ മൂലാധാരം അറിയാം, എല്ലാ സഹസ്രാരം വരെ അറിയാം. ഗുരുമണ്ഡലം എന്ന് എവിടെ ഇരിക്കുന്നു? 12 ഇഞ്ച് ഗോൾഡൻ ട്രാൻസ്പാരൻറ്റ് ബാളിന് തിരുമന്ത്രത്തിൽ ഇരിക്കുന്നു. ഇതൊന്ന് നിങ്ങളുടെ തലയിൽ ഒരു ട്രാൻസ്പാരൻറ്റ് ഗോൾഡൻ ഇதை വെച്ചാൽ എങ്ങനെയൊക്കെ ഒരു എനർജി ഫീൽഡ് ഇരിക്കുന്നു. അത് നിരാധാരം 16 ഇഞ്ചിൽ ഒരു ഊഞ്ഞല് ശിവന് ശക്തി ഇരിക്കുന്നുള്ള റെക്കോർഡ്സ് ഇരിക്കുന്നു. പരമാണു എന്ന് പറയുന്നത് തലയിൽ നിന്ന് 1000 അടി ഹൈറ്റിൽ ഒരു മൈന്യൂട്ട് ലൈറ്റ് ഇരിക്കുന്നത് ശൈവ സിദ്ധാന്ത റെക്കോർഡ്സിലിരിക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ഇപ്പോൾ ലയിച്ചാൽ മുക്തി. അപ്പോൾ എന്ത് ചെയ്യും? എനർജി ഇങ്ങനെ അപ്പുവിട കൊണ്ടുപോവുക. അതാണ് കുണ്ടലിനി റൈസിങ്. ഇങ്ങനെ റൈസ് ചെയ്ത് പോയി അവിടെ എത്തിയ മുക്തി എന്ന് പറഞ്ഞുകൊണ്ട് മരണമില്ല. അതിൻ്റെ ശേഷം അവർ ഡിറ്റാച്ച്ഡ് ആയിരിക്കും. മറ്റവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് വഴി നടത്തും. തെറ്റായിട്ട് അതില്ല, ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. ആ ലെവലിൽ ഇരിക്കുന്ന സൂപ്പർമാൻ. യോഗി എന്ന് പറഞ്ഞാൽ സൂപ്പർമാനാണ്. മാനിലുള്ള സൂപ്പർമാൻ അതാണ്. അപ്പോൾ ആ ലെവലിൽ എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രഡീഷൻ. ഇപ്പോൾ ശക്തിപാത് യോഗയിൽ ഇപ്പോൾ പ്രൊട്ടക്റ്റീവ് കവറ അത് അവിടെ വയ്ക്കുന്നു. അപ്പോൾ ചണ്ഡി ഹോമം ചെയ്യുന്നത് എക്സ്റ്റേണൽ കാസ്റ്റ് അത് നിങ്ങൾക്ക് ഇപ്പോൾ സൗകര്യമില്ല. മുമ്പ് ആധാരത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആ ചണ്ഡിയുടെ പേരും പറഞ്ഞ് മന്ത്രവും പറഞ്ഞ് ബീജമന്ത്രങ്ങളും പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്ത അപ്പോൾ ആ എനർജി ഇവിടെ ആഡാവുമല്ലോ. സാധാരണ ആധാരം പ്ലെയിൻ പേപ്പർ, അതിൽ നിങ്ങളിപ്പോൾ ഒരു പടം വരച്ച് ചുവപ്പ് കളർ പടം അപ്പോൾ അത് ഒരു വാല്യൂ ആഡഡായി. അപ്പോൾ നവ് യുവർ ആധാര ഇൻഫ്യൂസ്ഡ് വിത്ത് ആൾ നവചണ്ഡി. അപ്പോൾ നിങ്ങൾക്ക് എതിരായിട്ട് എതിരികൾ വരില്ല. നവചണ്ഡിയുടെ വേറെ എന്തെന്ന് ഡിസ്ട്രക്ഷൻ ഓഫ് എനിമീസ്. എനിമീസ് അയ്യോ അങ്ങനെ എനിമീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് എനിമീസ് ഉണ്ട്. ഉൾപ്പക, പുറത്ത് വെളിപ്പക എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം. ഓവർ അത്യാഗ്രഹം വരുമ്പോഴാണ് അയ്യപ്പൻ്റെ പാളി എടുത്തുകൊണ്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അത് ഓവറായിട്ട് ദേഷ്യം ഇങ്ങനെയുള്ളതെല്ലാം പകയല്ലേ. ഓവർ ദേഷ്യം ആരുടെടുത്തും കാണിക്കാൻ അവർ തിരിച്ച് അടിത്തന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ ഉൾപ്പക അത് നിങ്ങളുടെ അകത്തുള്ളത്. പുറത്ത് പറയുന്നത് വെച്ചാൽ എക്സ്റ്റേണ വന്ന സോൾസിൽ ശത്രു, അത് വേറെ കൃമികൾ വരുന്ന അതും വെളിപ്പകയല്ലേ. വേറെ ഇൻഫെക്ഷൻ വരുന്നു, ഇത് വരുന്നു, അതും. അപ്പോൾ ഇതൊക്കെ ഡെലീറ്റ് ചെയ്യുന്ന പവറാണ് ചണ്ഡി. അപ്പോൾ അത് ഇൻവോക്ക് ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവും. അപ്പോൾ ഒന്ന് എക്സ്റ്റേണൽ ഇത് ഫ്രണ്ട്സിന് എല്ലാവരും എതിരിയെയും ഫ്രണ്ട്സാക്കാനുള്ള കഴിവ്. നിങ്ങൾ എതിരി അളിക്കണം, അയ്യോ എതിരി അളിക്കണ്ട, അവൻ ഫ്രണ്ട്സാ കൺവേർട്ട് ആവും. എന്തോ
ഫ്രണ്ട്സായി മാറും. അപ്പോൾ ഒന്ന് രണ്ട് ഇതാണല്ലോ, അപ്പോൾ എതിരി അഴിഞ്ഞു, അവൻ ഫ്രണ്ടാ വന്നു എന്തോന്ന്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഇതാണ് ഡെലീറ്റായി ദുഷ്ട ഗുണമൊക്കെ മാറിപ്പോകുമ്പോൾ നല്ല ഗുണം നിലച്ച് നിൽക്കും. അപ്പോൾ സമാധാനം ഉണ്ടാവും, മനസ്സിൽ സമാധാനമുണ്ട്. നിങ്ങൾക്ക് മനസ്സ് സമാധാനമുണ്ട്, നിങ്ങളുടെ അടുത്ത് വന്ന് ഇരുന്നാലേ അവർക്ക് സമാധാനം കിട്ടും. അതുകൊണ്ടാണ് യോഗികളെ തേടി എല്ലാവരും ഋഷികേശിലും അവിടെ ഇവിടെ പോകുന്നത്. സമാധാനം അവർക്ക് കൂടുതൽ അവിടെ വന്നിരിക്കുമ്പോൾ അവർക്കും കിട്ടും. ഈ ലെവലിലോട് എത്തുക. അപ്പോൾ അതിന് വന്ന് അപ്പോൾ ചണ്ടികൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി ഇത് തന്നെ കൺവേർട്ടിങ് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, ഡിസ്ട്രോയിങ് ദ നെഗറ്റീവ് എനർജി ഫ്രം എലിമിനേറ്റിംഗ് ദി നെഗറ്റീവ് എനർജി ആൻഡ് ഇൻസ്റ്റാളിങ് പോസിറ്റീവ് എനർജി. ഇതൊക്കെയാണ് ഇത്. ഇതിനെ നിങ്ങൾ ഹോമം ചെയ്ത് മൂക്കിൽ പുകയേറി പിന്നെ ഒരാഴ്ചത്തെ ഇത് ജലദോഷവും വരും. അതിൽ ഹോമം ചെയ്താൽ ഇത് തന്നെ, അത് അവൻ 2.5 ലക്ഷം രൂപ ചോദിക്കും. ഇത് നിങ്ങൾ ചെറുതായി ഒരു ദക്ഷിണ കൊടുത്ത് പഠിച്ച് നിങ്ങളുടെ എല്ലാ എനർജിയും ദേഹത്തിൽ വന്നിരിക്കും. ഇതുപോലെ തിരുമൂലർ 9 ഫോംസ് ഓഫ് എനർജി പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ്. അതുകൊണ്ട് തിരുമൂലർ അതിനു വേണ്ടി ഒരു ഇതും പറയുന്ന നവാക്ഷരി മന്ത്രം. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലുള്ളവർക്ക് ഷോഡശി 16 എഴുത്ത് മന്ത്രം എല്ലാവർക്കും അറിയാം. ദശപഞ്ചമി അത് എല്ലാവർക്കും അറിയാം. 9 ലെറ്റർ കൊണ്ടുള്ള ബീജമന്ത്രം കൊണ്ടുള്ള ഇത് വന്ന് തിരുമന്ത്രത്തിലാണ്, തിരുമൂലറാണ് പറയുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബീജമന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രം അത് ക്രിയേറ്റിംഗ് എനർജി. ഒരു ശബ്ദം നിങ്ങൾ മനസ്സിൽ പറയുമ്പോൾ അത് ക്രിയേറ്റ്സ് എനർജി ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നിങ്ങൾ ചെയ്തോളാം. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്ന അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട്, അപ്പോൾ ചണ്ടിയെ ഇൻവോക്ക് ചെയ്തുകൊണ്ട് പോവുക. നിങ്ങൾക്ക് ഐശ്വര്യം വേണം, പണം വേണം, അപ്പോൾ അതിനുള്ള ദേവതകൾ. അപ്പോൾ എന്ന് വെച്ചാൽ ദേവത ലക്ഷ്മി മണിപൂരത്തിലാണ് ഇരിക്കുന്നത്, ഇത് സ്വാധിഷ്ഠാനത്തിലിരിക്കുന്നത്. പണമാണെങ്കിൽ സ്വാധിഷ്ഠാനം ഓപ്പൺ ആയിരിക്കണം, അതിലുള്ള നാരായണ മന്ത്രം അറിയണം. ലക്ഷ്മി എന്നാൽ പണം വരും. നിങ്ങളില്ലാതെ നിങ്ങൾ പടത്തെ വെച്ച് ലക്ഷ്മി പടത്തെ വെച്ച് കുம்பிടുന്നത് അത് ഔട്ടർ. ആ എനർജിയെ ഇവിടെ കൊണ്ടുവരണം. കൊണ്ടുവന്ന അതാണ് യോഗ. പുറത്തുനിന്ന് കൂട്ടാച്ചാൽ ശക്തി ഉപാസന അതിൻ്റെ പേര് എന്താണ്? ഉപാസന. വെളിയിൽ വെച്ച് കുம்பிടുന്ന പേര് ശക്തി ഉപാസകൻ. ഇവ ശക്തി പാത്ത് യോഗി. ആ എനർജി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇവന് കാലത്ത് മറ്റേ എന്ന് വെച്ചാൽ 24 hours ഇത് നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് വർക്കാവും. മറ്റേ നിങ്ങൾ അരമണിക്കൂർ അവൻ കുളിച്ചിട്ട് പിന്നെ എണിച്ച് വേറെ എവിടെയും പോകും. മനസ്സിലായില്ലേ? ഈ ടെക്നിക്കും തിരുമന്ത്രത്തിൻ്റെ ബേസാവെന്നും തിരുമന്ത്രത്തിൽ പറയുന്നു. ശക്തിയെ നിങ്ങൾ കല്ലിലും മണ്ണിലും തകടിലും വെച്ച് വഴിപെടുന്ന അവിടെ നിങ്ങളുടെ ആധാരത്തിലെ യന്ത്രമുണ്ട്. നിങ്ങളുടെ കല്ലിലും നിങ്ങളുടെ ബയോ കറണ്ട് ഓടുന്ന ഈ ദേഹത്തിൽ അവർ സന്തോഷമായിട്ടിരിക്കും. നമ്മൾ പുറത്ത് ചെയ്യുന്ന ഉപാസന പോലെ തന്നെയാണോ നമ്മൾ അകത്ത്? അകത്ത് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എനർജി അകത്ത് ഇൻസെറ്റ് ചെയ്യുന്ന. ഇപ്പോൾ പുറത്ത് ചെയ്യണമെങ്കിൽ ഒരു പൂജ ചെയ്യണമെങ്കിൽ വൈകുന്നേരം ഒരു മഹാലക്ഷ്മി 15,000 രൂപയ്ക്ക് പൂവ്. അല്ല, ഇപ്പോൾ ഇത് ഉപാസന ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് വേറെ ഉണ്ട്. ഇത് യോഗായി വന്നാൽ ചിലവില്ല, കാസ്റ്റ് എഫക്റ്റില്ല. നിങ്ങളുടെ ദേഹത്തിൽ ആ എനർജി സ്റ്റോറായി നിൽക്കും. അതിനെ നിങ്ങൾ അപ്പോൾ ധ്യാനം ചെയ്ത് ആക്റ്റീവ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതായത് പുറത്ത് നമ്മൾ ഉപാസന ചെയ്യുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ ഉള്ളിൽ നിന്നും ആ ശക്തി എടുത്ത് ആ ബിംബത്തിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഉപാസന ചെയ്ത് പോകുന്നത്. അത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യില്ല. അതായത് ഇപ്പോൾ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. ആ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന അയ്യറിന് ആദ്യം പ്രാണം വേണമെങ്കിൽ ദശവായു ആക്ടിവേഷൻ ചെയ്യണം. പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നുണ്ടല്ലോ, പ്രാണശക്തി ചക്ര ആക്ടിവേഷൻ ചെയ്യണം, ദശവായു നാടിയ. അപ്പോൾ അതില്ലാതെ നീ എങ്ങനെ പ്രതിഷ്ഠ ചെയ്യും? ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കേരളത്തിൽ ഇതുവരെ ഒരു 36 പൂജാരികൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇവരെ ഇതിൽ പ്രാണൻ ഇരുന്നാലേ നീ മറ്റേത് ചെലാക്കാൻ പറ്റൂ. അപ്പോൾ ഈ പ്രാണ ക്രിയേഷൻ, ചക്ര ആക്ടിവേഷൻ, ദശവായു ആക്ടിവേഷൻ, നാഡിയും ഓപ്പൺ ചെയ്ത് മുദ്രകളെ യൂസ് ചെയ്താലേ എനർജി വരും. ഇതാണ് ഇതിൻ്റെ സംഭവം. അതുകൊണ്ട് അത് നമ്മുടെ ആധാരത്തിൽ ചെയ്താൽ നമുക്കിപ്പോൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അതിന് വൈകുന്നേരം ആകുമ്പോൾ 3 പഴം 4 കോഴി അതൊന്നും കൊടുക്കണ്ട. എന്തോന്ന് അത് പുകയിടുക, തേനും നെയ്യെല്ലാം ഒരു 5,000 രൂപയ്ക്ക് വാങ്ങിച്ച് തീയിൽ വിടുക, അതൊക്കെ എക്സ്റ്റേണൽ. ഇത് ചെയ്യാൻ ഒന്നും വേണ്ട, പൈസ ചിലവില്ല. ആ മന്ത്രം വരുന്ന ഒരു ഡെയിലി കുറച്ച് നേരം ധ്യാനം ചെയ്താൽ മതി ആധാരങ്ങളിൽ. ഇത് തിരുമന്ത്രത്തിൽ പറയുന്ന ആ കൺസെപ്റ്റ് ഞാൻ പ്രാക്ടിക്കലായി ഡെവലപ്പ് ചെയ്ത് 5 സെക്ഷനായിട്ട് ക്ലാസ് എടുക്കുന്നു. നവാഭരണം, അടുത്തത് ദശമഹാവിദ്യ, നവചണ്ഡി, തിരുമൂലരുടെ ഒരു പേര്, പിന്നെ അഷ്ടമാതൃക എന്ന് പറഞ്ഞ് തലയിലുള്ള ഇറച്ചായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കും ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങൾ എല്ലാ സ്റ്റുഡൻസിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കാസ്റ്റ് എഫക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് വന്ന് ഹയർ സ്റ്റേജ്. നമ്മളിൽ അത് ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നമ്മളിൽ ആദ്യം കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? എല്ലാ മാറ്റവും ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് ഞാൻ എൻ്റെ അടുത്ത് പഠിക്കുന്നവർക്ക് ഫീഡ്ബാക്ക് ആയിരുന്നു. ഫസ്റ്റ് വന്ന് നിങ്ങൾക്ക് ഫുഡ് പാറ്റേൺ മാറും.
ഫുഡ് പാറ്റേൺ പാറ്റേൺ മാറും. നിങ്ങളറിയാതെ മാറും. നിങ്ങൾക്ക് സാധാരണ വെജിറ്റേറിയൻ സദ്യ ഫുഡിലോട്ട് മാറി വരും. ഇത് ഒന്ന്. രണ്ടാമത് ഫുഡ് നിങ്ങൾ 3, 4, 5 നേരം തിന്നുന്ന 3 നേരം 2 നേരം ഒന്ന് ആക്കും. ഫുഡ് പാറ്റേണിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. രണ്ടാമത് സ്ലീപ്പ് പാറ്റേൺ ഇമ്പ്രൂവ് വരും. സ്ലീപ്പ് താറുമാറായിരുന്നാൽ നല്ല സ്ലീപ്പ്, കുറച്ച് നേരം ഇരുന്നാൽ നല്ല അത് വരും. മൂന്നാമത് ആഹാരം കുറയും. കഴിക്കുന്ന ആഹാരം കുറയും. കാരണം വെച്ചാൽ ഈ കോസ്മിക് എനർജി ദേഹത്തിൽ വന്ന് അത് മൈറ്റോകോൺട്രിയ വന്ന് ബയോകറണ്ടാ മാറ്റുന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ 4 ഇഡ്ഡലി ഡെയിലി കഴിക്കുകയാണെങ്കിൽ 3 ഇഡ്ഡലി ആയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 25% കാസ്മിക് എനർജി വന്നുകൊണ്ടിരിക്കുന്നു. 2 ഇഡ്ഡലി ആയിരുന്നാൽ ഇത് വന്ന് 50% വന്ന് 1 ഇഡ്ഡലി കഴിഞ്ഞാൽ 75 ഇഡ്ഡലിയെ കഴിക്കുന്നില്ല. ഫുൾ അന്നല്ലേ നേപ്പാളിലൊരു പയ്യൻ ഇരുന്നല്ലോ, ഒരു ആഹാരമൊന്നും കഴിക്കാതെ കുറച്ച് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വന്ന് വേൾഡ് ഫുള്ളാக വന്ന് റിസർച്ച് ചെയ്തപ്പോൾ വന്ന് ആഹാരം കഴിക്കുക എങ്ങനെ ചെയ്തു, പിന്നെയാണ് കണ്ടുപിടിച്ചത്. ശ്വാസിക്കുന്ന കാറ്റിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹീലിയം ഇരിക്കുന്നത്, ആർഗാൻ ഇരിക്കുന്നത്, നൈട്രജൻ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പിന്നെ കണ്ടുപിടിച്ചത് എങ്ങനെ ആഹാരം ഇല്ലാതെ യോഗി ഇരിക്കുന്നത് എങ്ങനെ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഈ 3 ഉണ്ടെങ്കിൽ അത് മാലിക്കുലർ റീഅറേഞ്ച്മെൻറ്റിൽ നിങ്ങൾ അപ്പത്തിനുള്ള ഇത് ഫൈനലായി കിട്ടുന്ന എനർജി അല്ല കിട്ടുന്നത്, ആ എനർജി അതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ എന്തോന്ന് അപ്പം കടലക്കറി അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഈ മാലിക്കുലർ റീഅറേഞ്ച്മെൻറ്റിൽ എല്ലാ മനുഷ്യന് ആവശ്യമുള്ള എല്ലാം ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. മാലിക്കുലർ റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അരിയിൽ കാർബോഹൈഡ്രേറ്റ് ഇരിക്കുന്നു, എല്ലാം ഇരിക്കുന്നു.